ജാതി വ്യവസ്ഥയെ നവോത്ഥാന നായരുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞെങ്കിലും സർക്കാർ രേഖകളിൽ ഇന്നും ജാതി നൂലാമാലയായി ജനങ്ങളെ വലയ്ക്കുന്നതിന് ഉദാഹരണമാകിയാണ് തൃശൂർ ചന്ദ്രാപ്പിനി മടത്തിക്കുളത്തെ ഏതാനും നായാടി കുടുംബങ്ങളുടെ ജീവിതം. ജാതി രേഖകളില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ഇവരുടെ ജീവൽ പ്രശ്നം. തലമുറകളായി ഇവിടെയാണ് വാസമെങ്കിലും അടുത്തിടെയാണ് ആധാർ കാർഡും റേഷൻ കാർഡുമൊക്കെ ഇവർക്കുണ്ടായത്. എന്നാൽ ഇവരുടെ ജാതി നിർണയിച്ചുള്ള സർക്കാർ രേഖകൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ്. നായാടി വിഭാഗമാണ് എന്നുള്ളതാണ് അറിവെങ്കിലും സർക്കാർ രേഖകളിൽ ഇവരുടെ ജാതിയില്ല. ഈ ആവശ്യത്തിനായി ജില്ലയിലെ മന്ത്രിമാരുടെ അടുക്കലും സർക്കാർ ഓഫീസുകളിലും വർഷങ്ങളായി കയറിയിറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. വാടക വീടുകളിലും പുറമ്പോക്കുകളിലുമായി താമസിക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലും വിലങ്ങുതടിയാവുന്നത് ജാതി സർട്ടിഫിക്കറ്റിൻ്റെ അഭാവമാണെന്ന് ഇവർ പറയുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ മാത്രമല്ല, കുറച്ച് കൊല്ലമായിട്ട് ഞങ്ങൾ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾക്ക് ടൈസമാഷ് MLA ഞങ്ങൾക്ക് ഈ ആധാർ കാർഡ് റേഷൻ കാർഡും ID കാർഡും ഇതൊക്കെ തന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇതിപ്പോൾ കൊല്ലങ്ങളായിട്ട് 3500 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ വീടിന് സ്ഥലത്തിന് വേണ്ടിയിട്ട് മറ്റേ നമ്മൾ അതിൻ്റെ പേരെന്താ ലൈഫ് മിഷനിൽ ഞങ്ങൾ ആദ്യം അപേക്ഷ കൊടുത്തത്. അത് അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പേരൊക്കെ പാസ്സായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ലാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാതി തെളിയിക്കാനുള്ള ആൾക്കാരായിട്ട് കുറേ ബന്ധപ്പെട്ട് ഞങ്ങൾ വേറെ ആൾ ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടായി, കോഴിക്കോടുള്ള ആളൊക്കെ. അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. പിന്നെ അവരെ ആളെയും കണ്ടില്ല, അഡ്രസ്സും കണ്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ അദാലത്ത് ഉണ്ടായിരുന്നില്ല, അദാലത്തിൽ പോയി. അവിടെ ഇതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കയറി ഇറങ്ങിയാണ്. പിന്നെ അതിനെ കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ തഹസിൽദാറിനടക്കം പോയി കണ്ടു ഞാൻ. അവരും പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ അത് കിട്ടുക, നിങ്ങളെ പൂർവികരായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടോയെന്ന് ചോദിക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ പൂർവികർ ആരും ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾ അന്നൊക്കെ തെരുവിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഇവർ അന്തമൊന്നും അറിയാത്ത ആൾക്കാരാണ്. ഈ പറയുന്നത് ഞാനടക്കം സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ ഇതുപോലെ റോഡ് സൈഡിൽ കണ്ട തെരുവിലൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു ഭാവിയുണ്ട്, അവരെ സ്കൂളിൽ പഠിക്കണമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ, അതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അവർ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ആനുകൂല്യം കിട്ടണമെങ്കിലും ഈ ഞങ്ങളുടെ ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇപ്പോൾ എല്ലായിടത്തും ചോദിക്കുന്നത്. ജാതി എന്ന് വെച്ചാൽ ഞങ്ങൾ പട്ടികജാതി നായാടികളാണ്, ഞങ്ങൾ പൂർവികരായിട്ട് അത് തന്നെയാണ്. പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോഴും സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു സെൻറ്റ് ഭൂമി പോലും കിട്ടാണ്ട് ഞങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കുള്ള സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടാണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് എന്താ ചെയ്യുന്നതിന്? സ്വന്തമായി വീടില്ലാത്തതിനാൽ പുറമ്പോക്കിലെ ചായ്പിൽ താമസിക്കാതെ തൻ്റെ മക്കളെ ബന്ധുവീട്ടിലാക്കിയ അവസ്ഥയാണ് റോജയ്ക്ക് പറയാനുള്ളത്. എൻ്റെ പേര് റോജ, താമസിക്കുന്നത് പൊക്കളയിലാണ്. വന്നിട്ട് കുറേ വർഷങ്ങളായി. പിന്നെ വീടിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ടൈസുമാശ എടുത്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കടലാസുകളൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല, 8ാം ക്ലാസ് വരെ പോയിട്ടില്ല. ജാതി വെക്കിട്ട് അതില്ല ഞങ്ങൾക്ക്, ആ സാധനം തന്നെ ഞങ്ങളില്ല. അതില്ലാത്ത കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സ്ഥലം അങ്ങനെയാണ്. പ്രായപൂർത്തിയായ ഒരു മോളുണ്ട്, അതാണ് അനിയൻ്റെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ കൂടെയാണ് ഇപ്പോൾ എൻ്റെ മോള് ഇരിക്കുന്നത്. റോഡ് വക്കത്താണ് താമസിക്കുന്നത്. വേറെ 3 മക്കളുണ്ട്. വേറെ ഒരു പെൺകുട്ടി ഇങ്ങനെ വളർന്നു വരാണ്, അതിനും വീടും ജാതി ഈ പറഞ്ഞ കടലാസുകളൊന്നും ഇല്ല. പൊക്കളയിൽ നിങ്ങൾ താമസിക്കുന്നത് വീടാണോ അതോ? വീടില്ല, വെറും പറമ്പിലാണ് താമസിക്കുന്നത്. പൊക്കളയിൽ കിളിക്കുളങ്ങര അമ്പലമുണ്ട്, അതിൻ്റെ മുന്നോട്ടായിട്ടാണ് പറമ്പിൽ താമസിക്കുന്നത്. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ടിക്കറ്റ് വെക്കാൻ പോകും, ലോട്ടറി ടിക്കറ്റ് വെക്കാൻ പോകും. ഭർത്താവ് തെങ്ങ് കയറാൻ പോകും. ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്നുണ്ടല്ലോ. അത് അധികം ഉണ്ട്, അതാണ് ബുദ്ധിമുട്ട് ഏർക്കുന്നത്. 2 മക്കൾ ബാലവാടി പോകുന്നുണ്ട്, പിന്നെ ഒരു മോനാണെങ്കിൽ ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണോ വീടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ പരാതി കൊടുത്തു? കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു പ്രതീക്ഷ അല്ലേ? അത് വീട് കിട്ടുന്ന ഒരു പ്രതീക്ഷ, പിന്നെ ഈ പറഞ്ഞ കടലാസും കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കുറേ കൊല്ലമായി ഞങ്ങളവിടെ വന്നിട്ട്, 10-30 കൊല്ലങ്ങളായി ആ പറമ്പിൽ വന്നിട്ട്. ഇതുവരെയായിട്ട് ഒരു വീടോ ഇല്ലെങ്കിൽ ഒരു വാടക വീടോ ശരിയായിട്ടില്ല. അപ്പോൾ മോളിങ്ങനെ വളർന്നു വരുന്ന കൊണ്ടാണ്
അവരനിയൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. റോഡ് വക്കത്തല്ലേ, നമുക്ക് എപ്പോഴും ശ്രദ്ധനുണ്ടാവില്ല. നമ്മളിങ്ങനെ പണിക്ക് പോകുമ്പോൾ കുട്ടി വീട്ടിലായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. മോള് പഠിക്കുന്നുണ്ടോ? മോള് പഠിക്കുന്നുണ്ട്, എമ്മാട്ടിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7. വാടക വീടുകളിൽ ഒരേ കുടുംബത്തിലെ കുട്ടികളടക്കം 18 പേരാണ് താമസം. തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് തങ്ങളെന്നുമാണ് ഇവർ പറയുന്നത്. 8 മക്കളുണ്ട് മോനെ. ഇതിൽ പണിയെടുത്ത് കൊണ്ടുതരാനുള്ള ആപത്തുള്ള മക്കളൊന്നും ഇല്ല. എൻ്റെ മൂത്ത മോനാണിത്. അവനിക്ക് മഞ്ഞപ്പിത്തം, പല പ്രശ്നങ്ങളും, പല രോഗങ്ങളായിട്ട് ആ ശരീരം അത്രേ ഉള്ളൂ. അവനിക്ക് ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ല മോനെ. പ്രഷറും ഷുഗറും ഒക്കെ കൂടിയിട്ടിരിക്കുന്നു. വെയിൽ കാണുമ്പോൾ തലകറങ്ങി വീഴും. ഇനിയുള്ള 2 കുട്ടികളുണ്ട്, പഠിക്കണ മക്കളാണ് അവർ സ്കൂളിൽ പോയിക്കൊണ്ട് തന്നെ ഇരുന്നതാണ്. ഈ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടായി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവർ ചില്ലറ പണിക്കൊക്കെ പോകണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പാടത്തും വെള്ളത്തിൽ ഈ ചെളിയിലൊക്കെ കിടന്ന് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ ഇത് തന്നെ കിടക്കാൻ മക്കളെ. ഇവിടെ ഒരു ദിവസം പനി കുറയുമ്പോൾ ഒരു കുട്ടിക്കൊരു പനി, ഇങ്ങനെ ആശുപത്രിയിൽ പോക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നൊരു വീട് കിട്ടും, നാളൊരു വീട് കിട്ടും, ഇങ്ങനെ പ്രതീക്ഷയായിട്ട് നിൽക്കണം മോനെ. ഞങ്ങൾക്ക് ആരും വീട് വെച്ച് തരുന്നൊരു രക്ഷണമില്ല. ഇത്ര അടുത്ത് തന്നെ എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾക്കിവിടെ വെള്ളം പൊന്തിയാലും കൂടി ഇവിടെ എന്താണ് വെള്ളത്തിൽ കിടക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ കിടക്കുന്നത്, എങ്ങനെയാണ് എന്നൊരു ആൾക്കാരെ അന്വേഷിക്കില്ല മക്കളെ. ഞങ്ങളായിട്ട് തന്നെ സ്കൂളിൽ പോകാൻ, അവിടെ പോകാൻ, ഇവിടെ പോകാനൊക്കെ ഇത്ര വെള്ളമാണ് ഇവിടെ നിറഞ്ഞു വരിക. ഭയങ്കര വെള്ളത്തിലാണ് മോനെ. ഒരു 2 മഴ ഇവിടെ പെയ്ത ഇവിടെ ഒട്ടാകെ വെള്ളമാണ്. അങ്ങനെ ജീവിക്കാണ് മക്കളെ. നിങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾക്കൊരു കടപ്പാടം, നിങ്ങളുടെ അനുഗ്രഹത്തിലൊക്കെ ഞങ്ങൾക്ക് വേണം മക്കളെ. ഞങ്ങളുടെ പേരക്കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുകയാണ്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയൊക്കെ പഠിക്കുകയാണ് മക്കളെ. അവർ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് പോയാൽ അവർ പെരുവലി ഇറങ്ങാൻ പറ്റും മക്കളെ. അതിനു വേണ്ടി ഞങ്ങൾക്ക് തലയാഴ്ച കിടക്കാൻ ഒരു കിടപ്പാടാണ് ഞങ്ങൾ ചോദിക്കണത്, വേറെ ഒന്നല്ല. അത് നിങ്ങളൊക്കെ അനുകൂലം കൊണ്ട് ഞങ്ങൾക്കത് സഹായത്തോടെ ഞങ്ങൾക്ക് കിട്ടി. അത്രയും ഉപകാരം, അത്രയും പുണ്യമാണ് മക്കളെ. നിങ്ങളിപ്പോൾ ഈ പരിസരം തന്നെ നിങ്ങളിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഈ പരിസരം എങ്ങനത്തെ പരിസരമാണ്. അത്രേ ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് ശരിക്കും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ആൾക്കാരൊക്കെ മന്ത്രി MLA അവരൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞ്, പാർട്ടിക്കാർ അവരൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് റെഡി ആക്കണം, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ. അത് ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല മക്കളെ. അവിടെയൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ബസ് യാത്ര ചെയ്യാൻ പറ്റില്ല, അധിക ദൂരം എനിക്ക് നടക്കാനും പറ്റില്ല മക്കളെ. ഇങ്ങനെയൊക്കെ എപ്പോഴാണ് എൻ്റെ ജീവൻ പോകാമെന്ന്, എൻ്റെ ജീവൻ പോകുന്നതിനുള്ളിൽ ഒരു കടപ്പാടം കിട്ടി അതിൽ ചുരുണ്ടി കൂടി എൻ്റെ മക്കളുടെ അരികത്ത് കിടന്ന് ചാകണമെന്നാണ് വിചാരിക്കണം. വാടക കൊടുക്കാണ്ട് ജീവിച്ചു പോയാൽ മതി മക്കളെ. ഈ നയിച്ചു കൊണ്ടുവരുന്ന കാശൊക്കെ ഇങ്ങനെ വാടക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമ്പാദ്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് അവിടെ ഇല്ല മക്കളെ. ഇപ്പോൾ വന്നിട്ട് കറണ്ട് അടക്കം കട്ടാക്കി കൊണ്ടുപോയി. വെള്ളവും ഇല്ല, കുടിവെള്ളം കൂടി ഇല്ല മോനെ. ഇവിടെ കുടിക്കുന്ന കുടിവെള്ളം കൂടിയില്ല. ഞങ്ങളുടെ മക്കൾ ദാഹിച്ച വെള്ളത്തിന് ഇവിടെ പോകാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകണം വെള്ളത്തിന്, ഇച്ചിരി കുടിവെള്ളം കിട്ടണമെങ്കിൽ. ഈ കറണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മോനെ, ഞങ്ങൾ ഇവിടെ ഈ കറണ്ട് ഇളക്കി കിടക്കായിരുന്നേ. ഈ കറണ്ട് ഇളക്കി കിടക്കായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ കറണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ബില്ല് കിട്ടണില്ല, നമ്പർ കിട്ടണില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ അയാൾ ഒരാഴ്ചയായിട്ട് ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. കറണ്ട് ഇല്ലാതായിട്ട് എത്ര നാളായി? കറണ്ട് ഇന്നാണ് കട്ടാക്കിയത്. അപ്പോൾ ഇത്ര നാളെ അയാളെ വിളിച്ചിട്ടില്ല. 4-ാം 5-ാം തണ്ട ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 580 രൂപ അങ്ങാണ്ട് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബില്ല് എങ്ങനെ അങ്ങോട്ട് അടിക്കാമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് അവരിവിടെ വന്ന് നേരെ. അപ്പോൾ ഞാൻ പൈസ കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞ് വെള്ളത്തിലൊക്കെ നീന്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കാശ് മേടിക്കണോ, നിങ്ങൾക്ക് ബില്ല് അടിച്ചുകൂടെന്ന് പറഞ്ഞ മോനെ. കറണ്ടിൻ്റെ ബില്ല് വന്നാലല്ലേ നമുക്ക് പൈസ കെട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. കറണ്ടിൻ്റെ ബില്ല് വന്നിട്ടില്ല, ഫോണിലാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ഈ മെസ്സേജ് അപ്പോൾ ഞങ്ങൾക്കിത് അറിയില്ല മക്കളെ. അപ്പോൾ കറണ്ടിൻ്റെ ബില്ലൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ കറണ്ടിൻ്റെ ബില്ലല്ല, മെസ്സേജ് അങ്ങനെ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഓണർക്കാണ് പോകുന്നത് മക്കളെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ കട്ടാക്കി കൊണ്ടുപോയി മക്കളെ. സാധാരണ എങ്ങനെയായിരുന്നു ബില്ലടയ്ക്കുക? ബില്ലടിക്കാൻ വേണേൽ ചിലപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കും. ചിലപ്പോൾ ഞാൻ വാടക പൈസ കിട്ടുമ്പോൾ കൊടുക്കുകയാണെങ്കിലും മുതലാളിയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള അവസാന ശ്രമമെന്നോണം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബങ്ങൾ. ഇതിലൂടെയെങ്കിലും തങ്ങളുടെ ജീവിത പ്രാരാബ്ധത്തിന് ജാതി നിർണയ രേഖയിലൂടെ സർക്കാർ അറുതി വരുത്തുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.